അടുത്ത വിഷയം നമ്മൾ കേരളത്തിലേക്ക് മടങ്ങി വരികയാണ്. ജസ്ന തിരോധാനമാണ്. 2018 ജസ്നയെ കാണാതാകുന്നത്. മലയാളികൾ ഒന്നടങ്കം ചോദിച്ച ചോദ്യമാണ്, ജസ്ന എവിടെ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കേരള പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ന് CBI റിപ്പോർട്ട് കൊടുത്തപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മതതീവ്രവാദ സംഘടനകളുമായി ഈ തിരോധാനത്തിന് ബന്ധമില്ല, ജസ്ന മരിച്ചിട്ടില്ല, ആത്മഹത്യ ചെയ്തതു എന്നതിനും തെളിവില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അപ്പോൾ ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്കുള്ള പല തരത്തിലുള്ള കഥകൾ പല ആംഗിളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ മതതീവ്രവാദ ബന്ധം. അപ്പോൾ അതില്ല എന്ന് CBI ക്ലിയർ ചെയ്യുമ്പോൾ എന്ത് കരുതണം? ഇതിനകത്ത് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും വലിയ സുപ്രീം ഏജൻസിക്ക് ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടവും നിരാശയും ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ ഒരു ഫൈൻഡിങ്ങിനകത്ത് നിർണായകമായ സംഗതി നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ കുറച്ചുകൂടി ഹെൽത്തിയാക്കി നിലനിർത്തുമായിരിക്കും. കാരണം എന്താണ്, ഈ ജസ്നയെ കാണാതായതിനു ശേഷം ഇപ്പോൾ 5 വർഷം പിന്നിടുമ്പോൾ ഏറ്റവും വലിയ തോതിലുള്ള അഭ്യൂഹം അവരെ മതതീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി സിറിയയിൽ പാർപ്പിച്ചിരിക്കുന്നതാണ്. കേരളത്തിലെ 1-2 യൂട്യൂബ് ചാനലുകൾ അവരെ സിറിയയിൽ CBI കണ്ടെത്തി എന്ന് വാർത്ത കൊടുത്തു. അവർ പ്രഗ്നൻ്റ് ആണെന്നും അവർക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ടെന്നും അവരവിടെ ഒരു വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുമായി ജീവിതം നയിക്കുന്നു എന്നൊക്കെയുള്ള വളരെ ആധികാരിക സ്വഭാവമുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചു. ഫൈനലി CBI തന്നെ ഇടപെട്ട് അങ്ങനെ ഒരു ഫൈൻഡിങ്സിൽ ഞങ്ങൾ എത്തിയിട്ടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ ജസ്നയെ കാണാതെ അതിനെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളുടെയും ഒരു ഫ്ലേവർ എന്താണ്? അത് അവരെ മതതീവ്രവാദികൾ കൊണ്ടുപോയി എന്നതാണ്. അപ്പോൾ ഇതിനകത്ത് CBI ഒരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു. ഞങ്ങൾ അത് ഉറപ്പാക്കിയിട്ടുണ്ട്. അവർ രാജ്യം വിട്ടു പോയിട്ടില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നറിയില്ല. മതപരിവർത്തനത്തിന് വിധേയരായതായി ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഏജൻസികളിലും അന്വേഷിച്ചു. മതപരിവർത്തനം നടത്തുന്ന ആര്യ സമാജം, പൊന്നാനി, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ എല്ലാം അന്വേഷിച്ചു. ഒന്നുമില്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. മരിച്ചതിനെക്കുറിച്ച് ഒരു തെളിവില്ല. കാരണം പരമാവധി അന്വേഷണം നടത്തി രാജ്യത്തെമ്പാടുമുള്ള ഈ പറയുന്ന അജ്ഞാത മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മൊത്തം എടുത്തു. നോ ക്ലൂ. അപ്പോൾ അതുകൊണ്ട് മരിച്ചു എന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഒരു എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പം CBIയും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച ഒരു സംഗതി ഇപ്പോൾ അവരെവിടെയാണെന്ന് നമുക്കിവിടെ ഇരുന്ന് കമൻറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം അവർ പ്രൊഫഷണൽസ് അന്വേഷിച്ചതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ അന്വേഷണത്തെ ഒരു പക്ഷേ ബാധിച്ചിട്ടുണ്ട്. 2018 അവർ കാണാതെ. അതിനുശേഷമാണ് കോവിഡ് വരുന്നത്. കോവിഡ് വരികയും കംപ്ലീറ്റ് ലോക്ക്ഡൗണിലേക്ക് പോവുകയും അന്വേഷണ സംവിധാനങ്ങൾ തന്നെ ആകപ്പാടെ ഒരു ഇരുട്ടിലായി പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കണം ഒരു പക്ഷേ. അല്ലെ പിന്നെ ഇത്രയും ഒരു വലിയൊരു അന്വേഷണം, ഇത്രയും വലിയ ഏജൻസികൾ അന്വേഷിച്ചൊരു അന്വേഷണം എന്തുകൊണ്ട് എവിടെയും ഒരു ശരിയായ തീർപ്പിലേക്ക് എത്തിയില്ല എന്നുള്ള സംശയവും കൗതുകവും അത്ഭുതവും ഒക്കെ നമുക്ക് തോന്നുമല്ലോ. ഒരുപക്ഷെ കോവിഡിലായിരിക്കും ഇതിനൊരു ഇടയ്ക്കൊരു ബ്ലോക്ക് വന്ന് പോയിട്ടുണ്ടാവുക. അവരെന്തായാലും തീരുമാനിച്ചിറങ്ങിപ്പോയതാണ് വീട്ടിൽ നിന്നല്ല. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകാനെന്ന് പറഞ്ഞു ബാഗൊക്കെ എടുത്തു പോയതാണ്. അവർ ട്രാക്ക് ചെയ്യാൻ കയ്യിലുണ്ടായിരുന്ന ഒന്ന് മൊബൈലാണ്, അത് അവർ കൊണ്ടുപോയിട്ടുമില്ല. സോ അവിടുന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അവർ സ്വമേധയാ എങ്ങോട്ടെങ്കിലും പോയതാണ്. ഒരു മാധ്യമപ്രവർത്തനമില്ല, ഇന്ത്യ വിഷയിൽ നേരിടുന്നത് സോണി ഭട്ടതിരിപ്പാടിനെ ഇതുപോലെ കാണാതെ പോയതാണ്. ഗോവയിൽ പോയപ്പോൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മരിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയുന്നില്ല, എവിടെ പോയി എന്നൊരു അറിവില്ല. അപ്പോൾ ദുരൂഹമായി ഇപ്പോഴും തുടരുകയാണ്. ആ കൂട്ടത്തിലാണിത്. അപ്പോൾ ഇന്നിപ്പോൾ ടോമൻ തച്ചങ്കരി പറഞ്ഞ ഇവർ അന്വേഷണം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. അവരൊരു ഇടക്കാൽ റിപ്പോർട്ട് കൊടുത്തോ മാത്രമാണ്. എവിടെയുണ്ടെങ്കിലും CBIക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ള കോൺഫിഡൻസൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർപോളിലൊക്കെ യെല്ലോ നോട്ടീസൊക്കെ ഇറക്കി രോഗം മുഴുവൻ അന്വേഷിച്ച് വന്ന സംഗതിയാണ്. ഇപ്പോൾ അവരെവിടെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോ ക്ലൂ. പക്ഷേ അവർ എന്താ പറയുക, തീവ്രവാദികൾ റാഞ്ചി കൊണ്ടുപോയതല്ല, അതൊക്കെ നുണക്കഥകളാണെന്ന് CBI ഒരു തീർപ്പ് പറയുന്നത് അത്ര ആശ്വാസമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് റാവു പറഞ്ഞ പോലെ സാമൂഹ്യ അന്തരീക്ഷത്തിന് വളരെ ആരോഗ്യപരമായൊരു കമൻറ്റാണത്. അതായത് നമ്മൾ ഈ കേരള പോലീസിൻ്റെ മികവിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കേരള പോലീസിൻ്റെ തന്നെ ഭാഗത്തുനിന്ന് ചില ആശാവഹമായ കമൻറ്റ്, ജസ്ന കേസുമായി ബന്ധപ്പെട്ട്, തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുന്നുവെന്ന് 1-2 ഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷം, യെസ്, എന്തെങ്കിലും വിവരം കൃത്യമായി കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷേ അവസാനമായപ്പോഴേക്കും നമുക്കൊന്നും കിട്ടുന്നില്ല. അല്ല, ഈ ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നത് 2018 മാർച്ചിലാണ്. അവർ വീട്ടിൽ നിന്ന് പോകുന്നതാണ്, ആൻറ്റിയുടെ വീട്ടിലോ മറ്റോ ഇറങ്ങി പോകുന്നതാണ്. ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഒരാൾ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ അവരൊരു ആപത്തിലേക്ക് പോകല്ല. അവർ ഡിറ്റർമിൻഡ് ആയിട്ട് അങ്ങോട്ട് പോവാണ്. ഒന്നുകിൽ അവരെല്ലോ ഒളിച്ചോടി പോകുമായിരിക്കാം, ചിലപ്പോൾ ആരുടെ ഒപ്പം ഒളിച്ചോടി പോകുമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാരുമായുള്ള പ്രശ്നത്തിൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കാം, എന്തുമാവാം. കാരണം അവർ എന്ത് ചെയ്യുന്നു, അവർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. തന്നെ ആരും ട്രേസ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഫോൺ വെച്ചിട്ട് പോവുക, അല്ലെങ്കിൽ ഫോൺ കൊണ്ടാണല്ലോ പോവുക. അപ്പോൾ അവർ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു, അത് അവരുടെ തീരുമാനമാണ്. അവർക്ക് ആപത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അവർ പ്രായപൂർത്തിയായ സ്ത്രീയാണ്, 21 വയസ്സുള്ള സ്ത്രീയാണ്. ഒരു പക്ഷേ അവർ ഒരാളോടൊപ്പം ജീവിക്കാൻ പോയതായിരിക്കും, നമുക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ പല സാധ്യതകളുണ്ട്. ആളുകൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും,
അങ്ങനെ പോയിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാളുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയില്ല, എത്രയോ വർഷമായിട്ട് അറിയില്ല എവിടെയാണെന്ന് അറിയില്ല, അന്വേഷിക്കാത്ത സ്ഥലമില്ല. അപ്പോൾ അവരങ്ങനെ പോകും. അങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. പോലീസിനെ സംബന്ധിച്ച് അത് പോലീസ് അന്വേഷിച്ചു. ഇപ്പോൾ പറയണ്ടല്ലോ, ആശാവഹമായ ചില സൂചനകൾ നൽകിയെന്ന് പറയുന്നുണ്ടല്ലോ, KG സൈമൺ ഉൾപ്പെടെ. സൈമൺ കൂടത്തായി കേസ് അന്വേഷിച്ചിട്ട് പത്തനംതിട്ടയിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഈ കേസ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം നല്ല വിദഗ്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അവിടെ ചെല്ലുമ്പോൾ അത് കണ്ടുപിടിക്കുമെന്നുള്ള തോന്നലാണ്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്, ശുഭപ്രതീക്ഷ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തെളിവിൻ്റെ പുറകെ പോവാണ്, ഒരു ക്ലൂ കിട്ടി, അതിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ശുഭപ്രതീക്ഷയാണ്. അവിടെ ഉണ്ടാവും, തമിഴ്നാട്ടിലുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷയാണ്. പക്ഷെ അത് തെറ്റാന്ന് നമ്മൾ അറിയാം എൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിലെത്തുമ്പോഴായിരിക്കും. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണണ്ടല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് പോകുമ്പോൾ അവർക്ക് നമ്മൾ കാണികൾ നല്ല പ്രതീക്ഷയോടെ ആയിരിക്കും. പക്ഷെ അത് ഒന്നുമില്ലാന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ടിസ്റ്റ് ഉണ്ടാവുക. ആ കണ്ണി അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് കാസ എന്ന് പറയുന്ന സംഘടനയോട് ഏറ്റവും നന്ദി തോന്നുന്ന ഒരു കാര്യം ജസ്ന കേസാണ്. കാരണം ഇതിൽ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് കാസയാണ്. അതല്ലായിരുന്നുവെങ്കിൽ CBI അന്വേഷിച്ചു നമ്മുടെ അഭിജിത്തും കൂടി ഇല്ലേ, ഇവരാണ് കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഇവരുടെ കേസിലാണ് CBIക്ക് കേസ് കൈമാറി. അതല്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക്. കാസയല്ല ഇത് അന്വേഷിക്കാൻ പറഞ്ഞത്, വേറെ ആരെങ്കിലും അന്വേഷിച്ചു. കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് തന്നെ അവസാനം പറയുകയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ കേരളം കത്തിയേനെ. കാരണം വെച്ചാൽ എത്ര സമരം, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടന്നിട്ടുണ്ട്. ജസ്റ്റിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് PC ജോർജ് ഉദ്ഘാടനം ചെയ്ത സമരം നടന്നിട്ടുണ്ട്. അതിൽ കാസയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാസ തന്നെ CBI കൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു. CBI തന്നെ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു, ഞങ്ങൾക്കൊരു തെളിവില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അതല്ലെങ്കിൽ എന്താ വരികയെന്ന് വെച്ചാൽ പിണറായി വിജയൻ വോട്ടിന് വേണ്ടി, ഇപ്പോഴും ഈ വാർത്തയുടെ അടിയിൽ വരുന്ന കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി, പിണറായി വിജയൻ വോട്ടിന് വേണ്ടി ഇത് അന്വേഷിക്കാത്തതാണ് എന്നുള്ള കമൻറ്റുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിഷം. അതിന് വിഷം വരാൻ വേറൊരു കാര്യമുണ്ട്. അതിന് തൊട്ട് തലേവർഷമാണ് 2017 സുപ്രീം കോടതിയിൽ ഹാദിയ കേസ് വരുന്നത്. 2018 ഇവർ കാണാതാവുന്നത്. അപ്പോൾ ആ ചാർജ്ഡ് ആയിരിക്കുന്ന സമയത്ത് നടന്നൊരു സംഭവത്തെ എത്രമാത്രം വർഗീയമായിട്ട് ലവ് ജിഹാദ് എന്ന ടാഗ് ഇട്ടിട്ട് അവതരിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം. അത് ഈ PC ജോർജിനെ പോലുള്ള രാഷ്ട്രീയക്കാർ മാത്രമല്ല, നമ്മുടെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് അറിയപ്പെടുന്ന സോക്കോൾഡ് യൂട്യൂബ് ചാനലുകൾ അവർ ചെയ്ത അത്രയും വിഷം, അവർ വമിപ്പിച്ച അത്രയും വിഷം, അതൊക്കെ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, എത്ര കുടുംബ സദസ്സുകളിലെ ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ഇപ്പോഴും സർക്കുലേറ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഈ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു പോലും അറിയാതെ ജസ്റ്റിനെ പിണറായി വിജയൻ എവിടെ കൊണ്ട് വിളിപ്പിച്ച് സിറിയൽ വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇപ്പോഴും വാട്സപ്പിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അതാളുകൾ വായിക്കുന്നുണ്ടാവും. ഇനി കണ്ടെത്തില്ല CBI ആണിത് കൊടുത്തതെന്ന് അറിയാതെ, ഒന്നും അറിയാതെ ഇത് വായിച്ച് ആ വിശ്വാസത്തിൽ പിണറായി വിജയനെ ചീത്ത വിളിക്കുന്നത് കേൾക്കുന്ന അങ്ങനെയുള്ളതുണ്ടല്ലോ. പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ മരുമകൻ ഉൾപ്പെടെ അതിൽ പ്രതിയാവും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവരുടെ മനസ്സിൽ പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ മരുമകൻ പ്രതിയാവും, വീണ വിജയൻ പ്രതിയാവും. അങ്ങനെ എല്ലാവരും പ്രതിയാക്കിക്കൊണ്ടാണ് ഈ തിരക്കഥകൾ വാട്സപ്പിലൂടെ. അതിൽ കാസയോടുള്ള ഒരേ ഒരു നന്ദി, അവർ ഇത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് അവർ കോടതി പോയതാണ്. ഒരു പക്ഷേ ജസ്റ്റിനെ ഇതൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിലും അവർ എല്ലാം ജീവിച്ചിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. യെസ്, അങ്ങനെ തന്നെ ആശിക്കാം. പക്ഷേ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ ജസ്റ്റിനെ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ജസ്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. യെസ്, ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.